ഇന്ത്യയിൽ ജനങ്ങളുടെ ചിലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു. ഇനിയെങ്കിലും അതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പുതിയ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു കടുത്ത വിമർശനവുമായി നവാരോ രംഗത്തെത്തിയത്. റഷ്യയുടെ പണം അലക്കി വൃത്തിയാക്കി പുറത്തു കൊണ്ടുവരാനുള്ള കേന്ദ്രമായാണ് ഇന്ത്യ മാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. റഷ്യയുടെ എണ്ണ വ്യാപാരത്തിലൂടെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിന് ഇന്ധനം പകരുന്ന ഒരു അലക്കു കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്ന് നവാരോ വിമർശിച്ചു. ഇന്ത്യയാണ് താരിഫിന്റെ മഹാരാജാവ്. ലോകത്ത് ഏറ്റവും ഉയർന്ന കസ്റ്റംസ് തീരുവ ഉള്ളതും ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. പക്ഷേ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കൻ തൊഴിലാളികളും അമേരിക്കൻ നികുതി അടയ്ക്കുന്നവരും അതോടൊപ്പം യുക്രൈനുകാരുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്തിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും സഹകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ലളിതമായി പറയാം, എന്താണ് സംഭവിക്കുന്നതെന്ന് ദയവായി ഇന്ത്യൻ ജനത മനസ്സിലാക്കുക. ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്നു. നമ്മൾ അത് നിർത്തേണ്ടതുണ്ട്. ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് സീനിയർ കൗൺസിലറായ നവാരോ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിന് മോദി പങ്കെടുത്തിരുന്നു. ചൈന സന്ദർശനത്തിൽ മോദി ചൈനീസ് പ്രസിഡന്റിനെയും പുടിനെയും കണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ കയറ്റുമതിക്ക് 50% തീരുവ ചുമത്തിയത്. ബൈഡൻ ഭരണകൂടം എല്ലാം അവഗണിച്ചുപോയി. പക്ഷെ ട്രംപ് നേരിട്ട് പ്രശ്നം അഭിമുഖീകരിക്കുകയാണെന്നാണ് നവാരോ എക്സിൽ കുറിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അമേരിക്കയുടെ സ്ട്രാറ്റജിക് പങ്കാളിയാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതുപോലെ പെരുമാറണമെന്നും നവാരോ പറയുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ 50% താരിഫുണ്ട്. എന്നാൽ ചൈനയ്ക്ക് മേൽ 50%-ത്തിൽ അല്പം കൂടുതലുണ്ട്. എന്താണ് സംഭവിച്ചത്? റഷ്യൻ റിഫൈനറുകൾ ഇന്ത്യയിലെ വൻകിട എണ്ണ കമ്പനികളുമായി കൈകോർത്തു. മോദിക്ക് ക്രൂഡ് ഓയിലിൽ പുടിൻ ഇളവ് നൽകുന്നു. അവർ അത് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും വലിയ പ്രീമിയത്തിന് കയറ്റി അയക്കുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്യുന്നു, നവാരോ ആരോപിച്ചു. നേരത്തെ യുക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധമെന്നും സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തുടങ്ങിയ പരാമർശങ്ങൾ പീറ്റർ നവാരോ നടത്തിയത് വലിയ വിവാദമായിരുന്നു.